പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മു സജീവ് എഴുതിയ കുറിപ്പ് കുടുംബം പുറത്തുവിട്ടിരുന്നു. ഇന്നലെയായിരുന്നു അമ്മു മരിക്കുന്നതിന് മുൻപ് എഴുതിയതെന്ന് കരുതുന്ന കത്ത് കുടുംബം പുറത്തുവിട്ടത്. തിങ്കളാഴ്ച ഹോസ്റ്റലിൽ നിന്ന് അമ്മുവിന്റെ വസ്തുവകകൾ പിതാവ് സജീവൻ എടുത്തുകൊണ്ടുപോയിരുന്നു. അതിനിടയിൽ നിന്ന് ലഭിച്ച ഒരു അപൂർണമായ കത്താണ് ഇന്നലെ പുറത്തു വന്നത്. റെസ്പെക്ടഡ് മാം, ഞാൻ അമ്മു സജീവ്, INE SME പത്തനംതിട്ടയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. കുറച്ച് നാളുകളായി ചില കുട്ടികളിൽ നിന്നും എനിക്ക് പരിഹാസവും മാനസികമായി ബുദ്ധിമുട്ടിക്കൂ എന്നാണ് അപൂർണമായ ഈ കത്തിലെ ഉള്ളടക്കം. പ്രിൻസിപ്പൽ എന്നെ സ്ഥലം മാറ്റിയ നടപടിയിൽ തൃപ്തരല്ലെന്നും അമ്മുവിന്റെ മരണത്തിന് പ്രിൻസിപ്പലും ഉത്തരവാദിയാണെന്നും പിതാവ് സജീവ് പറയുന്നു. മന്ത്രി അടക്കം ഇടപെട്ടിട്ടും പ്രിൻസിപ്പലിനെയും കോളേജിലെ ആരോപണ വിധേയരായ അധ്യാപകരെയും സംരക്ഷിക്കുന്നത് CPASലെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അപകടം നടന്നതിനു ശേഷം അമ്മുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആംബുലൻസിൽ അനുഗമിച്ച നഴ്സിംഗ് കോളേജ് അധികൃതർ യാതൊരുവിധ പരിചരണവും നൽകിയില്ലെന്നും പിതാവ് ആരോപിക്കുന്നു. മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ CPAS കേന്ദ്ര ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് കാണിച്ച് ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പേരിന് നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതുന്നത്. പ്രിൻസിപ്പലിനെതിരെ അടക്കം കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ അടക്കം കാണുമെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആവശ്യമുന്നയിച്ച് കോടതി സമീപിക്കുമെന്നും പിതാവ് പറയുന്നു.